അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് സൂറ അന്നബ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ. അമ്മ അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മീമിന് ശ്രദ്ധ അക്മലൗന്ന നല്ലോണം മണിച്ചു കൊടുക്കുക കേട്ടോ. യതസാഅലൂൻ സീനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ. മദ് വാജിബ് മുത്തസിൽ 4 or 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക. അവസാനത്തിൽ മദ് ആരിദൽ വഖഫ് ചെയ്യുമ്പോൾ 2 or 4 or 6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്യുക. അനിന്നബഇൽ അളീം. അനിന്നബ അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ ശ്രദ്ധിക്കുക. നൂനിന് ശ്രദ്ധ അക്മലൗന്ന നല്ലോണം മണിച്ചെടുക്കുക. ഹംസയുടെ മഖ്റജ് അഖ്സൽ ഹൽക്കാണ്. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്. സൗണ്ട് ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. വാ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. കെസ്റയായാലും ഇത്ബാക്കിൻ്റെ അക്ഷരങ്ങൾക്ക് നാവിൻ്റെ ബേക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. അവസാനത്തിൽ മദ് ആരിദൽ വഖഫ് ചെയ്യുമ്പോൾ 2 or 4 or 6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്യും. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അല്ലദീ ഹംസത്തുൽ വസ്ൽ ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ വരുമ്പോൾ മാത്രമാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ ഹംസത്തുൽ വസ്ലിന് ശേഷം ലാമ് വന്നതുകൊണ്ട് ഹംസത്തുൽ വസ്ലിന് ഫതഹ കൊടുത്തിട്ട് ഉച്ചരിക്കുക. ദാലിൻ്റെ കൂടെ യാമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹും ഫീഹി മുഖ്തലിഫൂൻ. ഇവിടെ ഇവഹാർ ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനക്ക് ശേഷം മീമും ബഅുമല്ലാത്ത ഏതൊരക്ഷരം വന്നാലും മീമിനെ ഉന്ന കൊടുക്കാതെ വ്യക്തമാക്കി ഉച്ചരിച്ചു കൊടുക്കുക കേട്ടോ. ഫ ലൈറ്റാക്കി കൊടുക്കുക. ഫഇൻ്റെ കൂടെ യാമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മുഖ്തലിഫൂൻ. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക. അവസാനത്തിൽ മദ് ആരിദൽ വഖഫ് ചെയ്യുമ്പോൾ 2 or 4 or 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യാം. കല്ലാ സയഅലമൂൻ. കല്ലാ കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചരിച്ചു കൊടുക്കുക. ലാമിന് ശ്രദ്ധ 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുത്തിട്ട് 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സയഅലമൂൻ അതിന് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. അവസാനത്തിൽ മദ് ആരിദൽ വഖഫ് ചെയ്യുമ്പോൾ 2 or 4 or 6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്യും. ثم كلا سيعلمون. ثم ലൈറ്റാക്കി കൊടുക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. പല്ലിൻ്റെ ഇടയിലൂടെ കുറച്ച് എയർ പോണ സൗണ്ടിൽ വേണം ഉച്ചരിക്കാൻ കേട്ടോ. സുമ്മ മീമിന് ശ്രദ്ധ അക്മലൗന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. കല്ലാ സയഅലമൂൻ കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചരിച്ചു കൊടുക്കുക. ലാമിന് ശ്രദ്ധ 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അവസാനത്തിൽ മദ് ആരിദൽ വഖഫ് ചെയ്യുമ്പോൾ 2 or 4 or 6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്യാം. അലം നജ്അലിൽ അർള മിഹാദാ. അലം ഹംസയുടെ മഖ്റജ് അഖ്സൽ ഹൽക്ക്. സൗണ്ട് ക്ലിയർ ആക്കിയിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നജ്അലിൽ അർള ജീമ് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റാഇനും ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്യുക. ഇദ്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നാവിൻ്റെ ബാക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം. വാദിൻ്റെ മഖ്റജ് നമ്മുടെ നാവിൻ്റെ സൈഡ് ഹഫത്തുൽ ലിസാനും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന മേലെ അണപ്പല്ലുകളുടെ ഉൾവശത്തെ മോണയും അവിടെ നാവിനെ വെച്ചിട്ട് നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. നജ്അലിൽ അർള മിഹാദാ. ഹാഇൻ്റെ കൂടെ അലിഫ് സ്വഗീറ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫതഹ തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ മദ് ഇഴവാക്കി 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. വൽജിബാല ഔതാദാ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ബഇൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഔതാദാ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരടിൽ കൊണ്ടുവച്ചിട്ട് ഉച്ചരിക്കുക. ഫതഹ തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യുക. وخلقناكم أزواجا.
വഖലഖനാകും വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, കൽക്കലയുടെ ലെറ്ററും കൂടിയാണ്. തഫ്രീം ചെയ്യുന്നതോടൊപ്പം തന്നെ ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വഖലഖനാകും അസ്വാജ. സായ് ഉച്ചരിക്കുമ്പോൾ അസ് ആ ഒരു സൗണ്ടിൽ തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നാവിൻ്റെ അറ്റം താഴെ മുൻപല്ലിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. വാവിൻ്റെ കൂടെ അലിഫ് സ്വൈറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അവസാനത്തിൽ ഫതഹ തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ മദ്ദ് ഇവളാക്കി 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യും. വജഅൽനാ നൗമകും സുബാതാ. വജഅൽനാ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്, സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് മദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൗമകും സുബാത വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. സുബാത ഫതഹ തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യാം. وجعلنا الليل لباسا. വജഅൽനാ വാവ് ഉച്ചരിക്കുമ്പോൾ ഇവിടെയും ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററിലാത്ത കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂനിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിനെ അടുത്ത വേർഡായിട്ട് കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ, നീട്ടരുത്. വജഅൽനൽ ലൈല ലിബാസാ. അവസാനത്തിൽ ഫതഹ തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ മദ്ദ് ഇവളാക്കി 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യാം. وجعلنا النهار معاشا. വജഅൽന വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂനിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിനെ അടുത്ത വേർഡായിട്ട് കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. വജഅൽന النهار നൂന് ശദ്ദ അഖ്മൽ ഓന നല്ലോണം മണിച്ചു കൊടുക്കുക. ഹാഇൻ്റെ കൂടെ അലിഫ് മദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റ ഫത്തഹ ആയതുകൊണ്ട് ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. വജഅൽന النهار معاشا. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്, സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. അലിഫ് മദ്ദ് കൂടെ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അവസാനത്തിൽ ഫതഹ തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ മദ്ദ് ഇവളാക്കി 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.